ഹലോ. അപ്പോൾ എല്ലാവരും ആലുവയിലെ ബ്ലോക്കിനോടനുബന്ധിച്ച് ബ്ലോക്കിനെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റിയൊരു എളുപ്പവഴിയാണിത്. എറണാകുളം അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി, ആലപ്പുഴ, അമ്പലപ്പുഴ, കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വരുന്ന പ്രവാസികൾ എയർപോർട്ടിലേക്ക് വരുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളമശ്ശേരി എത്തുമ്പോൾ റൈറ്റ് സൈഡിൽ അപ്പോളോ ഒരു ടയേഴ്സിൻ്റെ കമ്പനി കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ സ്ട്രെയിറ്റ് വരുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഒരു ഒരു ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. ഓവർ ബ്രിഡ്ജിന് മേളിൽ കയറാതെ ഇടതുവശത്തേക്കൂടെ കണ്ടെയ്നർ റോഡ് വഴി നമ്മൾ ലെഫ്റ്റ് ടേൺ ചെയ്യണം. ഇതുണ്ടോ, കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പരിചയമില്ലാത്തവർക്കൊക്കെ സുഖമായിട്ട് ഇത് ലെഫ്റ്റ് തിരിഞ്ഞ് വരാവുന്നതാണ്. ഇതുണ്ടോ, ഇതിൻ്റെ ലെഫ്റ്റിൽ അങ്ങ് വണ്ടി എടുക്കുക. ലെഫ്റ്റിൽ വണ്ടി എടുക്കുമ്പോൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ടേൺ ലെഫ്റ്റാണ്. ടേൺ ലെഫ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നേരെ ചെല്ലുമ്പോൾ തന്നെ ആദ്യം ഒരു സിഗ്നൽ കാണാം. ആ സിഗ്നലിന്മേൽ ഒന്നും തിരിയരുത്. രണ്ടാമത്തെ സിഗ്നൽ കാണാം. ആ സിഗ്നലിൻ്റെ ജംഗ്ഷൻ്റെ പേരാണ് ആനവാതിൽ ജംഗ്ഷൻ. അവിടെ നിന്നാണെങ്കിൽ നമുക്ക് റൈറ്റ് തിരിയേണ്ടത്. ഇത് കണ്ടോ, നമ്മളെ കളമശ്ശേരിയിൽ നിന്ന് ഒന്ന് കയറുമ്പോൾ തന്നെ ആ റൈറ്റ് സൈഡ് കാണുന്ന ഡെക്കാത്തലോണൊക്കെയാണ്. ഇങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് ആദ്യത്തെ ഒരു സിഗ്നൽ കാണും. അത്യാവശ്യം തിരക്കുള്ള വഴിയാണ്, നല്ല അത്യാവശ്യം വീതിയൊക്കെ ഉള്ള റോഡാണ്. ഇതുണ്ടോ, ഫസ്റ്റത്തെ സിഗ്നലിലെത്തി നമ്മൾ. ചില നേരങ്ങൾക്കൊന്നും ഒട്ടും തന്നെ തിരക്കില്ലാത്തൊരു വഴിയുമാണിത്. തീർച്ചയായിട്ടും ആദ്യമായിട്ടൊക്കെ പോകുന്നവർ കുറച്ച് സമയം ബാക്കപ്പ് ചെയ്ത് വേണം വരാനായിട്ട്. കാരണം കുറച്ച് വളവുകളും തിരിവുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ ടൈം എടുക്കുന്നു എന്നൊരു ഫീലിംഗ് വരും മനസ്സിൽ. ഇതുണ്ടോ, ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ സിഗ്നലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇത് രണ്ടാമത്തെ സിഗ്നലാണ്. ഇനി ഇവിടുന്ന് ഇത് ആനവാതിൽ ജംഗ്ഷൻ എന്നാണ് ഈ സിഗ്നലിൻ്റെ ഈ സ്റ്റോപ്പിന് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ നമുക്ക് റൈറ്റാണ് എടുക്കേണ്ടത്. ഈ സിഗ്നലിൽ നിന്ന് നമുക്ക് റൈറ്റാണ് വേണ്ടത്. ഇതുണ്ടോ, റൈറ്റിങ്ങും 1.5 കിലോമീറ്റർ ഓടി. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ റൗണ്ട് അബൌട്ട് വരും. ആ റൗണ്ട് അബൌട്ടിൻ്റെ അവിടെയാണ് നമ്മുടെ പാതാളം ESI ഹോസ്പിറ്റലിലൊക്കെ ഉള്ളത്. റൗണ്ട് അബൌട്ട് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ പാതാളം ESI ഹോസ്പിറ്റലൊക്കെ നമുക്ക് ഈ പോണ വീഡിയോയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ വേണ്ട, ആ ലെഫ്റ്റ് കാണുന്നത് മൊത്തം പാതാളം ESI ഹോസ്പിറ്റലിൻ്റെ ഒരു ഗ്രൗണ്ടാണ് ഇത് ഈ കാണുന്നത് നിങ്ങളെല്ലാം കണ്ടോ. അപ്പോൾ അറിയാൻ പാടാത്തവർക്കൊക്കെ സുഖമായിട്ട് ഈ വീഡിയോ തുടർച്ചയായിട്ട് 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പോകാൻ പറ്റുന്നൊരു വഴിയാണിത്. ആലുവ ടച്ച് ചെയ്യാതെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നൊരു വഴിയാണിത്. ഇത് കണ്ടോ, ഇത് പാതാളം ESI ഹോസ്പിറ്റലാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു 2 കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തൊരു റൗണ്ട് അബൌട്ട് വരും. 2 കിലോമീറ്റർ കൂടി കഴിയുമ്പോൾ അടുത്തൊരു റൗണ്ട് അബൌട്ട് വരും. അവിടെ നിന്നും എങ്ങും തിരിയരുത്, നേരെ തന്നെ പോകണം. നേരെ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരെ തന്നെ എങ്ങും തിരിയേണ്ട, നേരെ തന്നെ പോകണം നമ്മൾ ഈ റോഡിൽ. പരമാവധി നമ്മൾ ഈ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കിലോമീറ്റർ കണക്കുകൾ പറയാൻ ചെറിയ കണക്കുകളായതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് വീഡിയോ. നിങ്ങൾക്ക് സുഖമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഈ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞ് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് മുപ്പത്തടമാണ്. മുപ്പത്തടം ജുമാ മസ്ജിദും അതുപോലെ തന്നെ കണ്ടോ ടെമ്പിളൊക്കെ നിങ്ങൾ കണ്ടോ, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ വരുന്നത്. ഇനി മുപ്പത്തടമൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ സൗത്ത് കടുങ്ങല്ലൂർ ആ റോഡിലേക്കാണ് ഈ വഴി കയറുന്നത്. ഇനി ഇവിടുന്ന് റൈറ്റ് പോയി കഴിയുമ്പോൾ സൗത്ത് കൊടുങ്ങല്ലൂരാണിത്. സൗത്ത് കൊടുങ്ങല്ലൂരല്ല കേട്ടോ, കടുങ്ങല്ലൂരാണ്. ഇനി അവിടെ നിന്ന് റൈറ്റ് എടുത്ത് ഉടനെ തന്നെ ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അമ്പലത്തിൻ്റെ മാർക്കിങ് കണ്ടു ഇവിടെ കണ്ടോ, അമ്പലത്തിൻ്റെ ബോർഡൊക്കെ കണ്ടോ. അപ്പോൾ ഇത് നോക്കി കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല. ഇനി ഈ വഴി തടിക്കക്കടവ് പാലത്തിലേക്കുള്ള വഴിയാണ്. തടിക്കക്കടവ് പാലം എന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിലിട്ടാലും ഈ വഴി തന്നെ കാണിക്കുള്ളൂ. ഇതിനകത്ത് കുറച്ച് തിരുവോണവും വഴവുകളൊക്കെ ഉണ്ട്. നേരെ ഈ റോഡ് ചെല്ലുന്നത് മാളികമ്പേടി ഒരു ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അതുണ്ടോ. ഇത് നമ്മൾ തിരിഞ്ഞു. ഉണ്ടോ, ഇതൊക്കെ ഫുള്ള് കവർ ചെയ്തേക്കാണ്. നിങ്ങൾക്ക് ഒരിക്കലും തെറ്റാതിരിക്കാൻ കവർ ചെയ്തേക്കാന്നാണ്. കാരണം ബസ് സ്റ്റോപ്പുകളുടെ കണക്കൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ അടുത്ത മാളികമ്പേടി ബസ് സ്റ്റോപ്പിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ടാണ് ഈ പറയണ തടിക്കക്കടവ് പാലത്തിൻ്റെ അവിടേക്ക് കയറുന്ന വഴി. ഇതുണ്ടോ, അടിപൊളി വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്കൊരു മാർക്കായിട്ട് വയ്ക്കാം. കാരണം 10-20 ദിവസത്തേക്ക് ഇതിൻ്റെ പണി ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ വഴികളൊക്കെ അറിഞ്ഞു വെക്കണം. എയർപോർട്ടിലേക്ക് വരുന്നവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. സാധാരണ ആലുവയിലൊക്കെ ശരിക്കും നമുക്ക് ബ്ലോക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് കളമശ്ശേരിയിൽ നിന്ന് തിരിഞ്ഞു വന്ന ഒരു എളുപ്പ വഴിയാണ്. ആലുവയൊന്നും നമ്മൾ ടച്ച് ചെയ്യുന്നില്ല.
നേരിട്ട് നമ്മൾ ചെങ്ങമനാട് വഴി അത്താണി വഴി കയറിയാണ് എയർപോർട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ട്രാഫിക് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവുള്ള ഒരു റൂട്ട് തന്നെയാണിത്. അത്യാവശ്യം എല്ലാ വണ്ടികളും കടന്നു പോകാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു വഴി തന്നെയാണിത് കേട്ടോ. ഫുള്ളായിട്ടും ഏകദേശം ഈ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഈ റൂട്ട് ഫുള്ള് കവർ ചെയ്തേക്കാണ്. ഇതിനകത്ത് വേറെ ഈ റൂട്ട് നോക്കി പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെങ്ങമനാട് അത്താണി ജംഗ്ഷൻ വരെ വരാൻ പറ്റും. അത്താണി ജംഗ്ഷൻ പിന്നെ എയർപോർട്ടിൽ പോകാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെയാണ്. തടിക്കക്കടവ് പാലം കൂടിയാണ് നമ്മൾ ഇപ്പോൾ അത്താണി പറവൂർ റോഡിലേക്ക് കയറും. പാലൊക്കെ കയറി അടിപൊളി റോഡുകളൊക്കെയാണ്. ഇതുവരെ നമ്മൾ ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് എറണാകുളം പോകാനായിട്ട് ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തു. അതിലും എല്ലാം നല്ല റോഡുകൾ തന്നെ. ഇതുപോലെ തന്നെ ഇതും നല്ലൊരു കുഴികൾ പോലും ഇല്ലാത്ത നല്ല റോഡുകളാണ്. എന്നാൽ വലിയ വീതിയൊന്നുമില്ല എന്ന് മാത്രം. എന്നാൽ അത്യാവശ്യം വണ്ടികളൊക്കെ വന്ന് നമുക്ക് സൈഡ് കൊടുത്ത് പോകാനുള്ള സ്ഥലമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ ബ്ലോക്കിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 20 ദിവസത്തേക്കാണ് പാലം അടച്ചു എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 2 ദിവസമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമല്ലോ ബ്ലോക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയും. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റൂട്ടൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ഉപയോഗിക്കണം നമ്മൾ നിർബന്ധം പറയുന്നില്ല. അപ്പോൾ എല്ലാവരെയും ഇപ്പോൾ ഞാനിപ്പോൾ 2 പ്രാവശ്യം പോയി എനിക്കൊരു ബുദ്ധിമുട്ട് കിട്ടുകയും ഞാൻ ഈ വഴി പോകാനായിട്ടൊന്ന് ശ്രമിക്കും. അപ്പോൾ നമുക്കത് 2 പ്രാവശ്യം പോയി കഴിയുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഏതായിരിക്കും നമുക്ക് എളുപ്പം. ഇതിപ്പോൾ ചിലപ്പോൾ 3, 4, 5 കിലോമീറ്റർ കൂടുതൽ ഓടേണ്ടി വന്നേക്കാം. പക്ഷേ അവിടെ നമുക്ക് ചുമ്മാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് ബ്ലോക്കിൽ കിടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇത് നേരെ ചെല്ലുന്നത് തടിക്കക്കടവ് പാലം കഴിഞ്ഞ് ചെന്ന് കയറുന്നത് അത്താണി പറവൂർ റോഡിലാണ് കയറുന്നത്. ഇത് കണ്ടോ, ഇത് തടിക്കക്കടവ് പാലത്തിലേക്കുള്ള വഴിയിലേക്ക് പോണ വഴിയാണ്. ഇത് മാളിയമ്പേടിക റോഡാണ്. ഇവിടുന്ന് ഉടനെ തന്നെ നമ്മൾ ലെഫ്റ്റ് ടേൺ ചെയ്യും കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തടിക്കക്കടവ് പാലത്തിലേക്ക് ലെഫ്റ്റ് ടേൺ ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് ചെല്ലുമ്പോൾ നമ്മൾ ടേൺ ചെയ്യും. കണ്ടോ, ആ വാഗണാർ പോകണം കേട്ടോ. അതിൻ്റെ പിന്നാലെ നമ്മളങ്ങോട്ട് പോകും. അതാണ് തടിക്കക്കടവ് പാലം കയറാനുള്ളൊരു വഴിയാണിത്. ഈ പാലം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്ന വഴി തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഞാൻ തന്നെ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ വഴികളൊക്കെ ഒന്ന് യാത്ര ചെയ്തത്. അല്ല, അടിപൊളി വഴികൾ. പണ്ടത്തെ കൂട്ടല്ല, പണ്ടൊക്കെ ഇടിഞ്ഞും പൊളിഞ്ഞും കിടന്ന വഴികളായിരുന്നു. ഈ വഴി ഒന്നും തന്നെ വീഡിയോയിൽ നിന്ന് മിസ്സായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വഴി തെറ്റുന്നൊരു പരിപാടിയില്ല. കയ്യിൽ നെറ്റും മൊബൈലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വഴി പോയി നോക്കാവുന്നതുമാണ്. പല പല പള്ളികളുടെയോ അതുപോലെ തന്നെ അമ്പലങ്ങളുടെയൊക്കെ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. സുഖമായിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇതുകൊണ്ട് എല്ലായിടത്തും സൈൻ ബോർഡും ഉണ്ട്. തടിക്കക്കടവ് കണ്ടോ, സൈൻ ബോർഡ് നോക്കി പോയാലും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന സൈനുകളും 1-2 സൈനുകൾ ഇതിനകത്തുണ്ട്. ഒരു മുസ്ലിം പള്ളിയാണ്. അതുപോലെ തന്നെ സ്കൂളുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതുമാണ്. നമ്മളിതുവരെ പാലം കയറിയിട്ടില്ല. പാലം കയറി കഴിയുമ്പോഴാണ് നമ്മൾ പറവൂർ റോഡിലേക്ക് കയറുന്നത്. അത്താണി പറവൂർ റോഡിലേക്ക് കയറുന്നത്. വണ്ടികളൊക്കെ ഒരു സുഖമായിട്ട് കടന്നു പോകാൻ പറ്റിയ വഴിക്ക് വീതിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നല്ല ടാറിങ്ങാണ്. ഒരു കുഴിയിലോ ഒന്നുമില്ല. പിന്നെ സ്കൂൾ ടൈമിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചും ഒരുപാട് വാഹനങ്ങൾ വരാത്ത വഴിയാകുമ്പോൾ പിള്ളേർ സെറ്റുകളൊക്കെയും സൈക്കിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇറങ്ങും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം. വഴിയിൽ വാഹനം ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഒരുപാട് വണ്ടികളൊക്കെ വരുമ്പേ. ഇനി ഇവിടെ നമുക്ക് ലെഫ്റ്റിലേക്കാണ്. തടിക്കക്കടവ് പാലമാണിത്. ഈ ലെഫ്റ്റ് വഴിയാണ് നമ്മൾ കയറുന്നത്. എല്ലായിടത്തും സൈൻ ബോർഡ് ഉണ്ട് കണ്ടോ. തടിക്കക്കടവ് പാലമാണ് ഇനി കാണാൻ പോകുന്നത്. വേണ്ട, അത്ര വലിപ്പമുള്ള പാലമല്ല, എന്നാലും കുഴപ്പമില്ല. വലിയ കുഴിയും കുണ്ടുകളൊന്നും ഇല്ലാത്ത നല്ലൊരു പാലം തന്നെ. ഇനി പാലം കഴിഞ്ഞ് നേരെ ചെല്ലുന്നതാണ് അത്താണിയിൽ നിന്ന് പറവൂർക്ക് പോണ റൂട്ടിൽ ബസ് പോകുന്ന വഴിക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. അവിടെ നമ്മൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ അടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്നത് ചുങ്കം ജംഗ്ഷനാണ്. ചുങ്കം ജംഗ്ഷൻ. ചുങ്കം ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ചെങ്ങമനാട് ജംഗ്ഷൻ വരുന്നത്. ഇവിടെയൊക്കെ സൈൻ ബോർഡ് ഉണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകാനുള്ളൊരു സൈൻ ബോർഡ് ഉണ്ട് ഇവിടെ. തടിക്കക്കടവ് പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും സിമ്പിളായിട്ട് എത്തിപ്പെടാൻ പറ്റും. ഇതിലൊരു മുസ്ലിം പള്ളികളൊക്കെ ഉണ്ട് പോണ വഴിക്ക്. ഒരു വലിയൊരു അമ്പലം കണ്ടോ. ഇത് ചെങ്ങമനാടൊക്കെ കഴിഞ്ഞ് അത്താണിക്ക് വരുന്ന വഴിയാണ്. അടിപൊളി അമ്പലമാണ്. നല്ല ഫേമസ് അമ്പലമാണ്. റൈറ്റ് സൈഡിൽ ഗവൺമെൻറ് സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ.
ഇനി ഇവിടെ അടുപ്പിച്ച് 2 വലിയ ഹമ്പുകളുണ്ട്. തീർച്ചയായിട്ടും രാത്രിയൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക. അടുപ്പിച്ച് 2 വലിയ ഹമ്പുകളുണ്ട്. ഒരെണ്ണം അടുത്ത ടേണിങ്ങിലാണ് ഹമ്പ്. ഇനി അത്താണി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയൊരു സ്ഥാപനം, അതായത് നമ്മുടെ എല്ലാം അത്താണിയുടെ തന്നെ മുഖമുദ്ര മാറ്റിവെച്ചൊരു പുതിയൊരു സ്ഥാപനം കുറച്ച് നാളുകളായി നമ്മുടെ നാട്ടിലുണ്ട്. അതെന്താണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അത് ഈ പോകുന്ന റൂട്ടിൽ ആ വീഡിയോയിൽ ഇത് കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജുഡീഷ്യൽ അക്കാഡമിയാണ് ഞാൻ പറഞ്ഞ സ്ഥാപനം. ഇതിപ്പോൾ ചെങ്ങമനാട് ഓട്ടോ സ്റ്റാൻഡാണ്, ചെങ്ങമനാട് ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ നേരെ പോകണം അത്താണിക്ക്, എങ്ങും തിരിയരുത്, നേരെ. ഈ കാണുന്നതാണ് ജുഡീഷ്യൽ അക്കാഡമി. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ജുഡീഷ്യൽ അക്കാഡമി. അത്താണിയിൽ സെൻട്രലിൽ ഇരിക്കുന്നൊരു സ്ഥാപനമാണിത്. നല്ല അടിപൊളി കളറൊക്കെയാണല്ലേ. ജുഡീഷ്യൽ അക്കാഡമി കഴിഞ്ഞ് കുറച്ചുകൂടി അടിച്ച് വന്നു കഴിഞ്ഞാൽ 2 ടേണിങ് കഴിഞ്ഞാൽ അത്താണി ജംഗ്ഷനായി. അത്താണി ജംഗ്ഷനിൽ നിന്ന് ആലുവ റോട്ടിൽ കയറി കഴിഞ്ഞാൽ അടുത്ത സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ എയർപോർട്ടാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കേസാണ്. എയർപോർട്ടിൻ്റെ വലിയൊരു സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വരെ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പോകേണ്ട വഴികൾ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള കൂട്ടുകാർ വളരെയധികം ശ്രദ്ധിക്കണം. എറണാകുളം കവർ ചെയ്ത് വരുന്ന വണ്ടികൾ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങണം. ആലുവയിൽ ഇങ്ങനെയുള്ള പ്രശ്നം നമ്മളുടെ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ ആലുവ എടുക്കാറാകുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനകത്ത് മാപ്പിൽ നോക്കാൻ പറ്റും, ദൂരം കാണിക്കാൻ പറ്റും. ഒരു 20 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ വേണ്ട ആവശ്യമുള്ളൂ. 2 മണിക്കൂറൊക്കെ കാണിച്ചാൽ തീർച്ചയായിട്ടും അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഈ വഴി. എപ്പോഴും നമ്മൾ കുറച്ച് സമയം ബാക്കപ്പ് ചെയ്ത് വരിക. സമയം കൈപ്പിടിച്ച് ഒരിക്കലും വരാതിരിക്കുക. 20 ദിവസത്തേക്കാണ് പറഞ്ഞാണെങ്കിലും ഇവർ 20 ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 30 ദിവസമൊക്കെ എടുക്കാൻ സാധ്യതയൊക്കെ വളരെ കൂടുതലുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ആലുവ ഒന്നും ടച്ച് ആവാതെ ഉണ്ടോ എയർപോർട്ട് റോട്ടിൽ കയറി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യണേ. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോയും കൂടിയാണ്. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാം. ഇനി നേരെ ഒരു 4-4.5 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടായി. ബൈ ബൈ.